എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യില്ലേ, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, അതുപോലെ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ കേസിൽ പാത്രം കരിയോ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ, ഡ്രൈ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി പാത്രം എന്തായാലും ഉണ്ടാവില്ലേ, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റീമർ ഇല്ലാത്ത വീട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം, ഒന്നും തെറ്റിക്കരുത്. അപ്പോൾ ഇതുപോലെ സൂപ്പറായിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കേക്ക് ടിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു ബൗൾ എടുത്തിട്ട് സൈഡിലൊക്കെ ഒന്ന് എണ്ണ തടവുക. ഓവറായിട്ട് എണ്ണ തടവരുത് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പാകത്തിന് മാത്രം ചെറുതായിട്ട് മതി. എന്നിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു വെള്ള പേപ്പർ എടുക്കുക. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പേപ്പർ, ബുക്കിൻ്റെ പേജെങ്കിലും ഉണ്ടാവില്ലേ, എന്നിട്ട് അതിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള, അധികം തരിയില്ലാത്ത ഗോതമ്പ് പൊടിയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത്. നല്ല തരി ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് സ്മൂത്താക്കി എടുത്തിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ കേട്ടോ. എന്നിട്ട് ബാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൊക്കോ ടേസ്റ്റ് വേണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ബാക്കിയുള്ളത് വീറ്റ് ഫ്ലോർ തന്നെ വെച്ച് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. മൊത്തം 1 ഗ്ലാസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ആവറേജ് വലുപ്പത്തിലുള്ള ഗ്ലാസ്സിൽ. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു 2 തവണ അരിച്ചെടുത്താൽ കൂടുതൽ നല്ലതാണ്. അടിയിൽ ലാസ്റ്റ് നമുക്കൊരു തരി കിട്ടും. അപ്പോൾ അത് കളയാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നല്ല പോലെ ഉണങ്ങിയിട്ടുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ പാത്രത്തിൽ ഒട്ടും വെള്ളം നനവ് പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുട്ട പതഞ്ഞ് വരില്ല. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് മിക്സി വെച്ച് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഈ കേക്ക് ഞാൻ അങ്ങനെ മിക്സി വെച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് കേക്കായിട്ട്, ഇതിൽ കാണുന്ന പോലത്തെ ഒരു കേക്കായിട്ട് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ആ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഒരു വിസ്ക് വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്കെങ്കിലും കാണുമല്ലോ വീട്ടിൽ. അപ്പോൾ ആ ഫോർക്ക് 2 എടുത്തിട്ട് പരസ്പരം കൂട്ടി വെച്ചിട്ടൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വെള്ള കളറിൽ വരും ഈ മുട്ടയുടെ കളറ്. അപ്പോൾ അത് വരെ ചെയ്യണം. അപ്പോൾ നിർത്തി ചെയ്താലും മതി. കൈ കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്യുക. ടൈം എടുത്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നന്നായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതാരും മറക്കണ്ട കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ തന്നെ വിസ്ക് വെച്ച് കറക്റ്റാക്കി ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമുക്ക് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഉപയോഗിച്ച അതേ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കേക്കിനൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയുടെ മിക്സിങ് ഇവിടെ തീരും. ഇനി അടുത്ത പരിപാടി, നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടിയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പതപ്പിച്ചെടുത്ത മുട്ടയുടെ പത കളയാണ്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വല്ലാണ്ട് സ്പീഡിൽ ചെയ്യരുത്, പതുക്കെ. അപ്പോൾ കുറച്ച് ആദ്യം ഇടുക, പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ അടുത്ത് ഇടുക, അങ്ങനെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് തിക്കായ പോലെ തോന്നും. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൽപ്പൊടി കലക്കിയിട്ടുള്ള പാലാണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനലായിട്ടുള്ള പാലുണ്ടെങ്കിൽ അത് മതി. എന്തായാലും ചൂട് പാടില്ല കേട്ടോ, ചൂടില്ലാണ്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. തിളപ്പിച്ചാറിയിട്ടുള്ള പാല് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കറക്റ്റാക്കി എടുക്കുക.
കേക്ക് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണം. നിങ്ങൾ തെറ്റിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയുന്നതില്ലേ, ആ ഒരു സോഡാപ്പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ലാസ്റ്റായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് ചേർത്തിട്ട് ഒരുപാടൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത്ര മാത്രം. കേക്ക് ഒരിക്കലും ഓവർ മിക്സ് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഇഡ്ഡലി പാത്രം ഒരു 7 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഒരു 40 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്യേണ്ടതല്ലേ, അതിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവണം. അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് അത് ചൂടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫുള്ളായിട്ടുള്ള മാവ് ഇതിലൊഴിച്ചു. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക, അപ്പോൾ എയർ ബബിൾസൊക്കെ ഫുള്ള് പോവും. ഇനി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്യൂർ വെച്ചോ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും എയർ ബബിൾസ് പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് ആവിയിലല്ലേ വേവിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ നമുക്കൊരു 25 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മീഡിയത്തിലാക്കുക, പിന്നെ ലോയിലാക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഫുള്ള് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കുത്തി നോക്കണം. എന്നിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെക്കാം. അപ്പോൾ നിങ്ങൾ വെച്ച ആ ഒരു പാത്രത്തിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ടും ഗ്യാസിൻ്റെ ആ ഒരു ചൂടനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഒരു 25-30 മിനിറ്റൊക്കെ ആകുമ്പോൾ എന്തായാലും ഒന്ന് കുത്തി നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി സമയം വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയിലൊന്ന് കുത്തി നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി സമയം വെച്ചപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ മാവൊന്നും നമ്മുടെ സ്ക്വയറിലില്ല. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ആ സെൻറ്ററിൽ മാത്രം ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് സാരമൊന്നുമില്ല, അവിടെ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. എന്തായാലും കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മൾ സാധാരണ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. ആവിയിൽ വേവിച്ചാന്നൊന്നും തോന്നിയില്ല. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനൊന്നും അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സോഫ്റ്റായിട്ടുള്ള നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ ഈ ചീനച്ചട്ടിയിൽ ബേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുമ്പോൾ ഡ്രൈ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചീനച്ചട്ടി കേടാവില്ലേ, കരിയില്ലേ എന്നൊക്കെ ചിലർക്ക് സംശയമുണ്ട്. അങ്ങനെയൊന്നും കരിയില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയാൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തോളൂ, എന്തായാലും ഫെയിലാവില്ല കേട്ടോ. പിന്നെ ഇതിൽ ഇത്രയ്ക്കും കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചോളൂ. ഇത് നല്ല കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചാൽ മതി കേട്ടോ. ടോട്ടലായിട്ട് 1 ഗ്ലാസ് തന്നെ അളവിൽ എടുത്താൽ മതി എല്ലാം കൂടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫെയിലാവാണ്ടിരിക്കാൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ സ്റ്റെപ്പും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതിന് കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അതുപോലെയും ട്രൈ ചെയ്യാം കേട്ടോ. ഇനിയും അപ്പോൾ ഒരുപാട് നല്ല റെസിപ്പീസ് നമ്മൾ ചെയ്യും. അപ്പോൾ പ്രാർത്ഥനാസ് വേൾഡിലും അതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ടൊന്നുമില്ല, ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എന്നാലും നിങ്ങളും അതും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നോട് ഒരുപാട് പേര് ഹായ് പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. കമൻറ്റ് ബോക്സ് ഫുള്ള് ഹായ് പറയൂ എന്നുള്ള ഒരു കമൻസാണ് ഉള്ളത്. അപ്പോൾ കേക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രാഫ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായത്തിനേക്കാളും കൂടുതൽ ഹായ് പറയാനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു 10-12 പേർക്കൊക്കെ അല്ലേ നമുക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും പിണങ്ങൊന്നും ചെയ്യരുത്. കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ട് ഇതിൽ, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പിണങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ആർക്കും ഹായ് പറയില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവർക്കും പറയാൻ എന്തായാലും പറ്റില്ലല്ലോ. കുറച്ച് പേരെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം.
അപ്പോൾ അനുശ്രീ വലപ്പാട് ഒരു ഹായ്, സ്മിയ ഷാജി, ശ്രീനന്ദ ശിവാനന്ദ് രണ്ടാൾക്കും ഹായ്, ആമിന നോഹ തലശ്ശേരി എന്നാണ് ഒരു ഹായ്, അതുപോലെ വീണ ജയകുമാർ, വീണ ബിനു രണ്ടാൾക്കും ഹായ്, നിരാനന 7th ഹായ്, അതുപോലെ ജൂലി ഹായ്, സുഗു ഫാസില രണ്ടാൾക്കും ഒരു ഹായ്, അതുപോലെ ബെൻസി ശിവാഞ്ജന രണ്ടാൾക്കും ഹായ്, ശ്രീലക്ഷ്മി, പിന്നെ ബിജേഷ് ബി, ദേവദർശ് ബിജേഷ്, ശ്രീദർശ് ബിജേഷ്, അവർ ഫുൾ ഫാമിലിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി നാളെ പറയാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും അവസ്ഥകളൊക്കെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ചാനലിപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്